നമസ്കാരം. മുഖ്യമന്ത്രിക്ക് പിന്നാലെ SFIക്ക് പിന്തുണയുമായി നേതാക്കളുടെ നീണ്ട നിരയാണ്. നേതാക്കളുടെ പ്രതികരണത്തിന്റെ ആത്മവിശ്വാസത്തിൽ SFIയും ഇന്ന് പ്രതികരിച്ചു. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധം എന്നാണ് ആർഷോ ഇന്ന് പറഞ്ഞത്. തെറ്റായ പ്രചാരവേലയെന്ന് ഇന്ന് വാർത്താസമ്മേളനത്തിൽ MV ഗോവിന്ദൻ പലയിടത്തായി ആവർത്തിക്കുകയായിരുന്നു. എവിടെയാണ് തിരുത്തൽ? നേതാക്കളുടെ രക്ഷാപ്രവർത്തനമോ? എന്തിനായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണത്? ആ ചാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ? എന്താ സംശയം? ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അത് അന്നും പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. SFI ആ ശൈലി തിരുത്തിയേ തീരൂ, തിരുത്തണം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ല അത്. അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് SFIക്ക് നിരക്കില്ല. പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല. പുതിയ SFIക്കാർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ആശയത്തിൻ്റെ ആഴമറിയില്ല. ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് ഈ ആളുകൾ വിധേയപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല. വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ആളുകൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിമർശനം SFI ഈ കാലഘട്ടത്തിലെ SFIക്ക് ചരിത്രം അറിയില്ല. SFI ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ്. ഈ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളുടെ പുറത്ത് വലതുപക്ഷത്തിൻ്റെ അജണ്ടയ്ക്ക് തല വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത്. ഈ സാഹചര്യത്തിൽ SFIക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരവേല മാധ്യമങ്ങൾ മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയെ തകർക്കാൻ കിട്ടുന്ന ഒരു അവസരമായി ഉപയോഗിക്കുക എന്നതാണ് അവരിപ്പോൾ കാണുന്നത്. അല്ല, ഇപ്പോൾ CPIM അതുപോലെ തന്നെ SFIയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ ഒരു വഴിയിൽ കെട്ടി തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. ഞാൻ പറയുന്നു SFIക്കകത്ത് ആവശ്യമായ മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. അത് ബാലൻ്റെ അഭിപ്രായമായിരിക്കും. SFIയുടെ ചുവട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു SFI തിരുത്തണം. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, ASF സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ രാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ഈ രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ മേഘയും ചർച്ചയിൽ ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരും. ആദ്യം ആർഷോയോടാണ് എൻ്റെ ചോദ്യം. ഇന്ന് ആർഷോ വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. ആർഷോയുടെ വാചകങ്ങൾ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ ആളുകൾ വിധേയപ്പെട്ടുകൂടാ എന്നാണ്. അപ്പോൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ വിധേയപ്പെട്ട ആളാണോ ബിനോയ് വിശ്വം? ഇല്ല, കേരളത്തിനകത്തുള്ള ഒരു വലിയ ശതമാനം മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനെതിരെ SFIക്കെതിരെ തെറ്റായ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്ന്. ആ വിമർശനം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ SFIയെ സംബന്ധിച്ച് തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം ഈ നാടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അക്കാദമിക് ഇയറിൻ്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് നിരവധി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വിപുലമായി ആക്രമണം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട്, സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ ആസൂത്രിതമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ വിവിധ ക്യാമ്പസുകളിൽ ഞങ്ങളുടെ പ്രവർത്തകർ അതിക്രൂരമാം വിധം ആക്രമണത്തിന് ഇരയാകുന്ന നിലയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ SFIയുടെ പ്രവർത്തകർ അതിമാരകമാം വിധം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വലിയ വിമർശനം ഞങ്ങൾക്കുണ്ട്. ഇനി നേരെ തിരിച്ച് ഇപ്പോൾ കാര്യവട്ടത്തുൾപ്പെടെ സംഭവിച്ചതുപോലെ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുന്നു. സ്വാഭാവികമായും ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ അതിനെ പ്രതിരോധിക്കുന്നു.
ക്യാമ്പസിനകത്ത് ഹോസ്റ്റലിനകത്തടക്കം അതിക്രമിച്ചു കയറി ക്യാമ്പസിനകത്ത് ഹോസ്റ്റൽ അടിച്ചു പൊളിക്കുന്ന നിലയുണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തിരിച്ച് പ്രതിരോധം ഉണ്ടാകുമ്പോൾ അതിനെ പർവ്വതീകരിക്കുന്നതിന് വേണ്ടിയും തെറ്റായി ഒരിടത്തും ഇല്ലാത്ത നിലയിലുള്ള ഇടിമുറികളടക്കം ക്യാമ്പസുകൾക്കകത്തുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് SFI ആണ് തുടങ്ങിയിട്ടുള്ള വലതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഷ്യത്തെ അതേപോലെ സാധൂകരിക്കുന്നതിന് വേണ്ടിയും സമൂഹത്തിന് മുൻപിൽ അത് അങ്ങനെയാണ് എന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയും വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന എന്നർത്ഥമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കൾ തന്നെയുള്ള മുറി ഉണ്ടാകാം, ആ മുറിയിലേക്ക് കൊണ്ടുപോയി അടിക്കുന്നു, അതിന് ഇടിമുറി എന്ന് വിളിക്കുകയാണ്. ഇതിപ്പോൾ 121 നമ്പർ മുറി എന്നൊരു മുറി പറയുന്നു. നേരത്തെ സിദ്ധാർത്ഥനെ ഉപദ്രവിച്ചത് 21 മുറിയിലാണെന്ന് പറയുന്നു. അപ്പോൾ ആ മുറിക്കൊക്കെ നമ്പറുകളുണ്ട്. അപ്പോൾ ഇടിമുറി എന്നുള്ളതൊരു വ്യാഖ്യാനമാണ് എന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ച് മുന്നിൽ വന്നിരിക്കുന്ന യാഥാർത്ഥ്യം എന്നുള്ളത് ഒരു കോളേജ് പ്രിൻസിപ്പലിനെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങളാണ്. കോളേജ് പ്രിൻസിപ്പലിനെതിരെ കൊലവിളി പ്രസംഗം നടത്തുന്ന നിങ്ങളുടെ കുട്ടി നേതാവാണ്. ഇത് ഇല്ല എന്ന് നിഷേധിക്കുന്നുണ്ടോ? ഇത് മാധ്യമ സൃഷ്ടിയാണോ, പ്രചാരവേലയാണോ? സിദ്ധാർത്ഥിനെ ഒരു മുറിയിലും കൊണ്ടുപോയി SFI മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതൊന്ന്. 2, കാര്യവട്ടം ക്യാമ്പസിനകത്തും ഒരു മുറിയിലേക്കും ആരെയും കൊണ്ടുപോയി SFI മർദ്ദിച്ചിട്ടില്ല. അങ്ങനെ ഒരു ക്യാമ്പസിലും ഒരു മുറിയിലും ആരെയും കയറ്റി മർദ്ദിക്കുന്ന രീതി അല്ലെങ്കിൽ ശൈലി ഞങ്ങൾക്കില്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല. അങ്ങനെ നടന്നുവെന്ന് തെറ്റായി ചില ആളുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നു. അതങ്ങനെയാണെന്ന് സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം വളമൊക്കെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് നൽകുന്ന നിലയുണ്ടാകുന്നു. ഈ പറഞ്ഞ ബിനോയ് വിശ്വം എന്ന ഇടത് നേതാവ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ വെള്ളവും വളവും നൽകുന്ന ആളാണോ? അല്ല, പിന്നെ എന്താണ്? അല്ല, വെള്ളവും വളവും നൽകുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വെള്ളവും വളവും നൽകി നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പൊതുബോധത്തിന് നിന്നുകൊടുക്കരുത് എന്നുള്ളതാണ് വളരെ അതെ. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായത് അങ്ങനെ നിങ്ങൾ സൃഷ്ടിച്ച പൊതുബോധത്തെ അദ്ദേഹം വിശ്വസിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വിശ്വാസത്തിലെടുത്തതിന്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രതികരണം. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട നേതാവിനെ ബോധ്യപ്പെടുത്താനാകുന്നില്ല. ആർഷോ, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ബോധ്യപ്പെടുത്താനാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പൊതുജനത്തെ ബോധ്യപ്പെടുത്തുക? നിങ്ങൾ ഒന്ന് പറയൂ ആർഷോ പറയൂ. പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ചു എന്നത് യാഥാർത്ഥ്യമല്ലേ ആർഷോ? പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട യാഥാർത്ഥ്യമല്ലേ ആർഷോ? പ്രിൻസിപ്പലിനെ നെഞ്ചിൽ തീ കത്തിക്കും എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടതല്ലേ ആർഷോ? അത് നിഷ്കളങ്കമായി പറഞ്ഞു, നിഷ്കളങ്കമായി അടിച്ചു എന്നാണോ ജനം മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ ബിനോയ് വിശ്വം ഉൾക്കൊള്ളേണ്ടത്? അല്ല പറഞ്ഞോട്ടെ. ഇനി അപ്പോ നേരത്തെ പറയട്ടെ. ഇനി നേരത്തെ ഈ ഗുരുദേവ കോളേജുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ 2 ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് പോരായ്മ ഉണ്ടായിട്ടുണ്ട്, തെറ്റുണ്ടായിട്ടുണ്ട്. അങ്ങനെ തെറ്റുണ്ടായ കാര്യങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടും അതിനെ വളരെ ഗംഭീരമായി എന്ന് പറയാൻ വേണ്ടിയിട്ടും ഞങ്ങളാരും മെനക്കെട്ടിട്ടില്ല. പറഞ്ഞതാണല്ലോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ തിരുത്തൽ നടപടി? അയ്യോ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കലാണോ? SFIക്ക് സംഘടനയുടേതായ തിരുത്തൽ നടപടിയുണ്ട്. എന്താണ്? പുറത്താരും അറിയാത്ത നടപടിയാണോ? രഹസ്യമാണോ? സ്വാഭാവികമായും അത് പാലിച്ചുകൊണ്ട് അങ്ങനെ രഹസ്യമായിട്ടൊന്നും ചെയ്യേണ്ടുന്ന കാര്യം ഞങ്ങൾക്കില്ല. പുറത്ത് പറയേണ്ടുന്ന കാര്യങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ടും അല്ലാതെ സ്വാഭാവിക സംഘടനാ കമ്മിറ്റിക്കകത്ത് നടക്കേണ്ടുന്ന ചർച്ചകൾ സ്വാഭാവികമായും ചാനൽ 4-ലല്ലല്ലോ നടത്തുന്നത്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് അത് തെറ്റാണ് എന്ന് അംഗീകരിക്കുന്നത്. മുന്നണിയിൽ ചർച്ച വന്നു, നിയമസഭയിൽ ചർച്ച വന്നു, ഇപ്പോഴും മുഹൂർത്തമായില്ല. സ്വാഭാവികമായി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ട് ഞങ്ങൾ സംസ്ഥാന സെൻട്രൽ യോഗം പോലും ചേരാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ കഴിയാത്ത നിലയുണ്ട്. കാരണം ഞങ്ങൾ ഇന്നലെ ഉൾപ്പെടെ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളുടെ സെൻട്രലിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ റിമാൻഡിലാണ്. സ്വാഭാവികമായും ഇത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ മാനേജ്മെന്റ് താല്പര്യം അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്കിരുന്നിട്ടായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉണ്ടല്ലോ, ഇതിനെ സംബന്ധിച്ചൊക്കെ പരിശോധന നടത്തുന്നത്. ഇതേ സമയത്ത് തന്നെ ഞങ്ങൾ കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ്.
പ്രതിസന്ധിയാണ്. ഞങ്ങൾ കൈകാര്യം ശരി, ചെയ്തുകൊള്ളുന്നത്. കാരണം ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പൂർത്തിയാക്കൂ. അല്ല, പോകുന്നതിന് കുഴപ്പമില്ല. ഇതിന്റെ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ 10 ചോദ്യം ചോദിക്കുന്നതിനകത്ത് ആക്ഷേപമല്ല, ഈ ചോദിക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതിനുള്ള സമയം കൂടി ബഹുമാനപ്പെട്ട അവതാരകർ തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏകപക്ഷീയമായി നിങ്ങൾക്ക് സംസാരിച്ച് പോകാനാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ ആരെയും വിളിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾ ഒറ്റയ്ക്ക് സംസാരിച്ചാൽ പോരെ. നിങ്ങൾ ചോദിച്ച അപ്പോൾ ഈ നിലയിൽ ഞങ്ങൾ ആ കാര്യങ്ങളെ ഒന്നും അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതിനോടൊപ്പം ഞങ്ങൾക്കുള്ള വിമർശനം, ആ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥിയെ ഇതേ പ്രിൻസിപ്പൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപമുണ്ട്. ആ വിദ്യാർത്ഥിയുടെ ചെവിയടക്കം തകർന്നു കേൾവി ശക്തി നഷ്ടപ്പെടുന്ന നിലയുണ്ട്. ഇന്ന് അദ്ദേഹത്തെ പ്രിൻസിപ്പളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ ഏകപക്ഷീയമായി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ഞങ്ങളുടെ ആക്ഷേപം കൂടിയുണ്ട്. ഇങ്ങനെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ വാർത്തകൾ അത് വിശ്വസിച്ചു ആയിരിക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIയുടെ സെക്രട്ടറി പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. 2, നേരത്തെ സ്മൃതി ചോദിച്ചതുപോലെ നിങ്ങളുടെ മുന്നണിയിലെ നേതാക്കളെ ബോധ്യപ്പെടുത്താൻ കഴിയും. ഞങ്ങളുടെ മുന്നണി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വിദ്യാർത്ഥി സംഘടനയാണ്. സ്വന്തമായി ഭരണഘടനയുള്ള, സ്വന്തമായി പരിപാടികളുള്ള, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. സാങ്കേതികത്വം പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ പറയാനുണ്ടാവും. സ്വാഭാവികമായും നിങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ചോദിക്കുന്ന ഘട്ടത്തിലല്ലേ അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുള്ളത്. എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചപ്പോൾ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആ പാർട്ടിയുടേതായിട്ടുള്ള വീക്ഷണം ഉണ്ടാവും. ഇനിയിപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വീക്ഷണം ഉണ്ടാവും. സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തിൽ ആ വീക്ഷണമൊക്കെ SFIക്ക് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഭാഷയും നിങ്ങൾ ചമയ്ക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ബോധ്യപ്പെടുത്തിയാൽ മതി. രാഹുൽ രാജ്, ASFന്റെ സംസ്ഥാന ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് ഒരു മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടെ അല്ല. രാഹുൽ, അതൊരു പ്രത്യേക സംവിധാനമുണ്ട്. രാഹുൽ, ഇന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് പ്രാകൃതമായ സംവിധാനം, പ്രാകൃതമായ രീതിയിലാണ് SFIയുടെ പ്രവർത്തനം എന്നുള്ളതാണ്. ASF പല ഘട്ടങ്ങളിലായി നിങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കാൻ ക്യാമ്പസുകളിൽ SFI ശ്രമിക്കുന്നു എന്നുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ളവരാണ് ASF. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന 2 കാര്യങ്ങളാണല്ലോ, കാര്യവട്ടവും ഒന്ന് കൊയിലാണ്ടിയിലെ കോളേജിലെ വിഷയവും. ഈ 2 വിഷയങ്ങളിൽ വന്നിരിക്കുന്ന സംഭവവികാസങ്ങളിലാണ് ഇന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. രാഹുൽ രാജിന് എന്താണ് പറയാനുള്ളത്? ASFന് എന്താണ് പറയാനുള്ളത്? ASFന്റെ നിലപാട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞ നിലപാട് തന്നെയാണ്. ഈ അധ്യയന വർഷം ക്യാമ്പസ് തുറന്ന് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഈ ദിവസങ്ങൾക്കിടയിൽ ഒട്ടനവധി ക്യാമ്പസുകളിലാണ് ഇത്തരത്തിലുള്ള അക്രമ പരമ്പര അരങ്ങേറിയിരിക്കുന്നത്. ഒന്ന്, കാര്യവട്ടം ക്യാമ്പസ് മാധ്യമങ്ങൾ വലിയ വാർത്ത കൊടുത്ത ക്യാമ്പസുകളിൽ ഒന്നാണ്. കോഴിക്കോട് ഗുരുദേവ കോളേജ് കൃത്യമായി വാർത്ത കൊടുത്ത ക്യാമ്പസുകളിൽ ഒന്നാണ്. എന്നാൽ ഇതിന് സമാനമായി തന്നെ SFIയും കോഴിക്കോട് ജില്ലയിൽ തന്നെ നാദാപുരം ഗവൺമെന്റ് കോളേജ് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഈ 3 സംഘടനകൾ SFIയും KSUവും MSFും ഈ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കകം തന്നെ ക്യാമ്പസുകളിൽ അക്രമ പരമ്പര അഴിച്ചുവിട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ ഒരുപക്ഷെ ഇടതുപക്ഷ സംഘടന എന്നുള്ള ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് SFI ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നുള്ള ഒരു അഭിപ്രായം പറയേണ്ടതായി വന്നത്. എന്നാൽ ആ അഭിപ്രായം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറയുമ്പോൾ അദ്ദേഹത്തിനെ ചരിത്രം പഠിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ വലതുപക്ഷ അജണ്ടയ്ക്ക് അദ്ദേഹം തലവെച്ച് കൊടുത്തു എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് ASFനെതിരെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും SFI ഇന്ന് പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ASFന് സൂചിപ്പിക്കുവാനുള്ളത്, സഖാവ് ബിനോയ് വിശ്വത്തെ ചരിത്രം പഠിപ്പിക്കുവാൻ SFI വളർന്നിട്ടില്ല എന്നുള്ള ഒരു മാർഗനിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ AISFന് സൂചിപ്പിക്കുവാനുള്ളത്. അടിയന്തരാവസ്ഥ കാലത്തെ ചരിത്രം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട്
രാഹുൽ രാജ് അങ്ങനെയല്ല. ചരിത്രം അറിയാത്ത ആളാണ് ബിനോയ് വിശ്വം എന്നുള്ള പരാതിയല്ല SFIക്കുള്ളത്. SFIയെ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ഗൂഢാലോചനയിൽ പെടുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പ്രചാരവേലയിൽ പെട്ടുപോകുന്നു ബിനോയ് വിശ്വം എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ പ്രചാരവേല, മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധം. ഈ ക്യാമ്പസ് രാഷ്ട്രീയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചെറുതല്ലാത്ത വിധത്തിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് AESFനുമുള്ളത്. അതിന്റെ ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. സഖാവ് ധീരജ് SFIയുടെ രക്തസാക്ഷി ഇടുക്കിയിൽ മരണപ്പെടുമ്പോൾ K. സുധാകരൻ ഇരന്ന് വാങ്ങിയ KPCC പ്രസിഡന്റ് ഇരങ്ങിന്ന് വാങ്ങിയ മരണമാണ് എന്നാണ് ആ SFI നേതാവ് ക്യാമ്പസിൽ കുത്തേറ്റ് മരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ അധ്യയന വർഷം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, കോഴിക്കോട് ജില്ലയിൽ SFI ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു പത്രവാർത്തയും ഒരു മാധ്യമത്തിലും വന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ആ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ SFI ഉന്നയിക്കുന്ന ഒരുപക്ഷെ മാധ്യമങ്ങൾ SFI ആക്രമിക്കപ്പെടുമ്പോൾ അവരെ ആ വാർത്ത പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ള SFIയുടെ ആരോപണത്തെ ചെറുതല്ലാത്ത വിധത്തിൽ അതിനോടൊപ്പം യോജിക്കുന്ന നിലപാട് തന്നെയാണ് AESFനുള്ളത്. ശരി, ബിനോയ് വിശ്വത്തിന്റെ മുഴുവൻ അഭിപ്രായങ്ങളോടും യോജിക്കുന്നില്ല എന്നുകൂടി താങ്കളുടെ പ്രതികരണത്തിൽ ഞാൻ മനസ്സിലാക്കട്ടെ, അങ്ങനെയാണോ? ഒരിക്കലുമില്ല. ഞാൻ പറയാത്ത അഭിപ്രായം എന്റെ തലയിൽ എന്തായാലും കെട്ടിവെക്കാൻ റിപ്പോർട്ടർ നിൽക്കണ്ട. കെട്ടിവെക്കുന്നൊന്നുമില്ല, ചോദിക്കുകയാണ് ചെയ്തത്. അല്ലല്ല, ഞാൻ പറയാത്തത് പിന്നെ നിങ്ങൾ എങ്ങനെയാണ്? ഞാൻ അങ്ങനെയാണോ എന്നല്ലേ ചോദിച്ചത്, അല്ലെങ്കിൽ അല്ല ആണെങ്കിലാണ്, അത്രയേ ഉള്ളൂ. ബിനോയ് വിശ്വം പറഞ്ഞ അഭിപ്രായത്തോട് തന്നെയാണ് AESFന്റെ പിന്തുണ. ശരി, അഭിപ്രായം തന്നെയാണ് AESFന്റെ സംസ്ഥാന കമ്മിറ്റിക്കുള്ളത്. ശരി, അലോഷ്യസ് സേവ്യർ, AESF നിങ്ങളുടേതുൾപ്പെടെയുള്ള പത്ര ദൃശ്യ മാധ്യമങ്ങൾക്ക് വാർത്താക്കുറിപ്പായി സംസ്ഥാന കമ്മിറ്റിയുടെ പേജിൽ നിന്ന് നൽകിയിട്ടുള്ളത്. അലോഷ്യസ് സേവ്യർ, ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം തന്നെയാണ് AESFനുള്ളത്. ഇന്ന് MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനം അലോഷ്യസ് സേവ്യർ കണ്ടിരിക്കും. ഇന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം കണ്ടിരിക്കും. ബിനോയ് വിശ്വം 2 തവണയായി പ്രതികരിക്കുന്നു. പക്ഷേ KSU അങ്ങനെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവൊന്നുമല്ല. KSUമായി ബന്ധപ്പെട്ടും നിരവധി സംഘർഷങ്ങളുടെ ചരിത്രമുണ്ട്, അതൊരു യാഥാർത്ഥ്യവുമാണ്. ഇന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ആ സമയത്ത് KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൂടാതെ SFIയെ സംബന്ധിച്ച് 35 രക്തസാക്ഷികളുണ്ട്. അല്ലാതെ KSUവിലെ ഏതെങ്കിലും പ്രവർത്തകരെ SFIക്കാർ കൊലപ്പെടുത്തിയ കേസുമില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നു. ഇതിനെന്താണ് KSUവിന് നൽകാനുള്ള മറുപടി? ശ്രീമതി സ്മൃതി, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളത്തിലെ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന വാർത്തകളാണ്. ഒരു ഇടത്ത് ഈ പറയുന്ന കൊയിലാണ്ടി കോളേജിൽ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ്റെ ചെകിട് ആ കോളേജിലെ പ്രിൻസിപ്പൾ അടിച്ചു പൊട്ടിച്ചു എന്നതിൻ്റെ പേരിൽ ആ പ്രിൻസിപ്പളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സംഭവം. ആ വിഷയങ്ങൾ തീരുന്നതിന് മുൻപ് തന്നെ ഇങ്ങ് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം ക്യാമ്പസിൽ KSUവിൻ്റെ ഒരു സഹപ്രവർത്തകൻ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സാൻജോസിനെ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ ആക്രമിച്ച് SFIയുടെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വലിയൊരു പ്രതിരോധത്തിൽ SFI നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ SFI കഴിഞ്ഞ കാലത്തെ ചരിത്രങ്ങളെപ്പറ്റി, കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടായി നോക്കുക. ഏതെല്ലാം വിഷയങ്ങളിൽ SFI പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടമുണ്ടാകുന്നു, അല്ലെങ്കിൽ SFI വലിയ ആക്രമണങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ ക്യാമ്പസിൽ അഴിച്ചുവിട്ട് അവരെല്ലാം പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ പറയുന്നത് 35 രക്തസാക്ഷികളുടെ കണക്ക്, വർഷങ്ങളായിട്ട് പണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ എന്നുള്ളൊരു തരത്തിലേക്കുള്ള ചർച്ചകളിലേക്കാണ് ഈ വിഷയങ്ങളെ കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് SFIക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല? ഞാൻ ചോദിക്കുന്നത്, ഈ കൊയിലാണ്ടി കോളേജിലുണ്ടായ വിഷയം അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലല്ലോ, ഏറ്റവും അടുത്ത് നടന്ന സംഭവമാണ്. ഈ പറയുന്ന എന്തിനേറെ പറയുന്നു, ഈ കാര്യവട്ടം ക്യാമ്പസിലുണ്ടായിരിക്കുന്ന വിഷയം. കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത് അത് ഒരൊറ്റ ക്യാമ്പസിലല്ല, കേരളത്തിൽ SFIക്ക് അപ്രമാദമുള്ള ക്യാമ്പസുകളിൽ സർക്കാർ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് സർക്കാർ ക്യാമ്പസുകളിൽ വലിയ രീതിയിൽ ഇതര സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് പട്ടിക തയ്യാറാക്കി അവരുടെ ഇടിമുറകളിൽ കൊണ്ടുവന്ന് ഈ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയായിട്ട് ഈ പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുൻപിലുണ്ട്. അപ്പോഴും ഈ ആർഷോ എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നു, ഞങ്ങൾ മർദ്ദിച്ചിട്ടില്ല, സിദ്ധാർത്ഥനെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, സിദ്ധാർത്ഥൻ്റെ മരണത്തിൻ്റെ കാരണക്കാർ ഞങ്ങളല്ല എന്ന് പറയുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ വിഷയത്തിലും ഈ കാര്യ
കാര്യവട്ടം ക്യാമ്പസിലെ വിഷയം ഉണ്ടാകുമ്പോഴും SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് KSU അവിടെ ചെന്ന് ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. 40-40 ആളുകൾ താമസിക്കുന്ന 40-40 വർഷമായിട്ട് SFIക്ക് അപ്രമാദിത്യമുള്ള ഒരു ക്യാമ്പസിൽ, ഈ കാര്യവട്ടം ക്യാമ്പസിൽ റിസർച്ച് ഹോസ്റ്റലിൽ KSUവിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി, നന്നേ ചെറിയ ശരീരപ്രകൃതക്കാരനായിട്ടുള്ള ഒരു ജില്ലാ സെക്രട്ടറി അവിടെ ചെന്ന് മായാജാലം കാണിച്ചു എന്നാണ് SFI പറയുന്നത്. അവിടെ പോയി ആക്രമിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കുറേയേറെ നേതാക്കന്മാരെ വളഞ്ഞിട്ട് ആക്രമിച്ചു, അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രതിരോധം തീർത്തു എന്ന തരത്തിലേക്കൊക്കെ പറയുമ്പോൾ എങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ SFI സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നു എന്ന് പറയും. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു വയ്ക്കുന്നു. കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും അക്രമപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകണമെന്ന അഭിപ്രായമുള്ള സംഘടനയല്ല KSU. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചരിത്രങ്ങളെല്ലാം നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഒരു വിദ്യാർത്ഥി മരണത്തിന് ഇരയാകപ്പെട്ടു പോകരുത്, ആ സാഹചര്യത്തിലേക്ക് പോകരുത് എന്ന ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് KSUവിനുള്ളത്. പക്ഷെ നിലവിലുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ വിഷയങ്ങളെയും സാധൂകരിക്കാൻ വേണ്ടിയിട്ട് SFI നടത്തുന്ന അക്രമ പരമ്പരകൾ പറയുമ്പോൾ അവർ കഴിഞ്ഞ കാലഘട്ടത്തെ ചരിത്രം പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ SFI എന്ന് പറയുന്ന സംഘടന ആലോചിച്ചിരിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഒന്നും നമുക്ക് സാധൂകരിക്കാൻ പാടില്ല എന്നൊരു നിലപാട് തന്നെയാണ് KSUവിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ശരി, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിലേക്ക് കൂടി. നവാസ്, ഇപ്പോൾ ASFിൻ്റെ പ്രതിനിധി രാഹുൽ രാജ് പ്രതികരിച്ചുണ്ടല്ലോ, പല സ്ഥലങ്ങളിലും KSUവും MSFും ചേർന്ന് വലിയ രൂപത്തിൽ SFIക്കെതിരെയായാലും ASFിനെതിരെയായും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെന്താണ് താങ്കൾക്ക് മറുപടി പറയാനുള്ളത്? മാത്രമല്ല, ഇന്നിപ്പോൾ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വഴിയിൽ കെട്ടിത്തൂക്കിയ ചെണ്ടയല്ല SFI എന്നാണെന്ന് AK ബാലൻ പറഞ്ഞിട്ടുള്ളത്. അതിശക്തമായി ഇന്ന് MV ഗോവിന്ദനും പ്രതികരിക്കുകയുണ്ടായി. എന്താണ് ഇതിന് നൽകാനുള്ള മറുപടി? ഒന്നാമതായി ASFിൻ്റെ പ്രതിനിധി അങ്ങനെ പറഞ്ഞത് പിന്നെ ഒരു വലിയ ആത്മാർത്ഥതയോടുള്ള പറച്ചിലാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ASFിൻ്റെ 45ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൽ എഴുതി വെക്കപ്പെട്ടൊരു വാചകമുണ്ട്: SFI ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. ഉത്തരേന്ത്യയിൽ ABVP എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്ന പോലെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI പ്രവർത്തിക്കുന്നത് എന്ന് ഈ പറയുന്ന ASFിൻ്റെ 45ാമത് സംസ്ഥാന സമ്മേളനം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, നടക്കുന്ന സമ്മേളനത്തിൽ റിപ്പോർട്ടുണ്ട്. അവിടെ MSFിനെ പരാമർശിച്ചിട്ടില്ല, അവിടെ KSUവിനെ പരാമർശിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ചാനൽ മുറികൾ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ, പ്രതിരോധം തീർക്കുമ്പോൾ, അപ്പുറത്ത് മുന്നണിയുടെ സഹപ്രവർത്തകൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കുമ്പോൾ ഒരു ബാലൻസിങ്ങിന് വേണ്ടി MSFിനെയും KSUവിനെയൊക്കെ ചേർത്ത് വെച്ച് പറയാമെന്നല്ലാതെ വസ്തുതാപരമല്ല എന്നത് അവരുടെ തന്നെ രേഖകൾ പറയാനുള്ള കാര്യമാണ്. മറ്റൊന്ന്, ഇപ്പം നേരത്തെ AK ബാലൻ പറഞ്ഞ വാചകം പറഞ്ഞു, വഴിയെ പോകുന്നവർ കൊട്ടാനുള്ള ചെണ്ടയല്ല എന്ന്. ഈ കൊട്ട എപ്പോൾ തുടങ്ങിയതാ സ്മൃതി? നിങ്ങൾ പരിശോധിക്ക്. ഞങ്ങൾ പറഞ്ഞല്ലോ, പ്രിപ്പറേറ്ററിൻ്റെ സഹപ്രവർത്തകൻ ആലോചിച്ചുണ്ട്. MSFും KSUവും പറഞ്ഞു, ഞങ്ങൾ നിരന്തരമായി അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നു, ക്യാമ്പസുകൾക്കകത്ത് നിരന്തരമായി അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഞങ്ങളില്ലാത്ത ക്യാമ്പസുകളിൽ, ഇടതുപക്ഷം വിദ്യാർത്ഥി സംഘടനകൾ മാത്രമുള്ള ക്യാമ്പസുകളിൽ അവിടെ ASF ഉണ്ടാകുമ്പോൾ അവർക്കൊരു ജ്വരം പോലെ വിദ്യാർത്ഥികളെ മർദ്ദിക്കണം, വിദ്യാർത്ഥികളെ രക്തം കാണണം, അവരുടെ ആർപ്പുവിളികൾ കേൾക്കണം. അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് SFI നേതാക്കന്മാർ മാറിയിട്ടുണ്ട്. അവർക്ക് മർദ്ദിക്കാൻ KSUവിൻ്റെ ഭാരവാഹികൾ ഇല്ലാതാകുമ്പോൾ, അവർക്ക് മർദ്ദിക്കാൻ MSFിൻ്റെ ഭാരവാഹികൾ ഇല്ലാതാകുമ്പോൾ സഹപ്രവർത്തകരായ ASFിൻ്റെ ഭാരവാഹികൾ അവർ മർദ്ദിക്കും. അതുകൊണ്ടാണ് അവർക്ക് സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ടിങ്ങിൽ അങ്ങനെ പറയേണ്ടി വന്നത്. ഇനി ASF പോലും ഇല്ലാത്ത, SFI മാത്രം യൂണിറ്റുള്ള, അവർക്ക് മാത്രം ശക്തി കേന്ദ്രമായിരുന്ന കേരളവർമ്മ കോളേജിൽ എന്താ സംഭവിച്ചത്? യൂണിവേഴ്സിറ്റി കോളേജിൽ എന്താ സംഭവിച്ചത്? SFIയുടെ നേതാക്കന്മാരായ യൂണിറ്റ് ഭാരവാഹികൾ അവിടുത്തെ സാധാരണ SFI പ്രവർത്തകന്മാരെ മർദ്ദിച്ചു. നിങ്ങൾ ഉൾപ്പെടെ വാർത്ത ചെയ്തതാണല്ലോ. അവിടുത്തെ വിദ്യാർത്ഥികൾ, SFIയുടെ കൊടി പിരിക്കുന്ന, SFIയുടെ മെമ്പർഷിപ്പുള്ള സാധാരണ വിദ്യാർത്ഥികൾ അവിടുത്തെ നേതാക്കന്മാർക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നു. നമ്മളൊക്കെ ഈ ചാനൽ 4 നിന്ന് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവർക്ക് ഈ മർദ്ദിക്കുക എന്ന് പറയുന്നത്, ആക്രമിക്കുക എന്ന് പറയുന്നത്, AK ബാലൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ചെണ്ട വിദ്യാർത്ഥികളുടെ മുതുകത്ത് കൊട്ടിക്കൊണ്ടിരിക്കുക എന്നത് ഒരു ജ്വരമായി SFI നേതാക്കന്മാർക്ക് വന്നിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ ചർച്ച ഉയർന്നു വരുമ്പോൾ, കാര്യവട്ട ക്യാമ്പസിലെ വിഷയം, കൊയിലാണ്ടി കോളേജിലെ വിഷയം വരുന്നതിന് മുൻപ് ഈ വിഷയം ആരാ ചർച്ച കൊണ്ടുവന്നത്? ഞങ്ങളല്ലല്ലോ. ഞങ്ങൾ നിരന്തരമായി ഇത് വിളിച്ചു പറയുമ്പോൾ മാധ്യമങ്ങൾ കാതു കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇത് എവിടുന്ന് ആരംഭിച്ചത്? ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ ഘട്ടത്തിൽ അതിൻ്റെ റിപ്പോർട്ടിങ്ങിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ SFIയുടെ ഈ പറയുന്ന പ്രകൃതം, ഈ പറയുന്ന സംസ്കാരം ഞങ്ങളുടെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിന്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് CPMൻ്റെ പാർട്ടി കമ്മിറ്റി യോഗത്തിലല്ലേ? സ്മൃതി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതല്ലേ? അവരുടെ മേഖലാ കമ്മിറ്റി യോഗത്തിൽ, ദക്ഷിണ മേഖലാ കമ്മിറ്റി യോഗത്തിൽ പാർട്ടി സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തു എന്ന് നിങ്ങൾ വാർത്തകൾ കൊടുത്തതല്ലേ? CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഈ കാര്യം പറഞ്ഞു, SFI സംസ്കാരം മാറണം എന്ന് പറഞ്ഞു. ഞങ്ങളിത് കുറേ കാലമായി പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ PM ആർഷോ വളരെ നിഷ്കളങ്കമായി ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇടിമുറികളില്ലെന്നേ, നിങ്ങൾ വന്ന് പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ പ്രിയപ്പെട്ട ആർഷയോട് പറയട്ടെ, നേരത്തെ സ്മൃതി ചൂണ്ടിക്കാട്ടിയ സിദ്ധാർത്ഥ് കൊലപാതകത്തിൽ ഞങ്ങൾ അവിടെ പോയവരാണ്.
പൂക്കോട് യൂണിവേഴ്സിറ്റിക്കകത്ത് ഞങ്ങൾ ചെന്നതാണ്. 21 നമ്പർ മുറി, അവിടെ ഇടിമുറി എന്ന് ഫ്ലക്സ് ബോർഡ് എഴുതി വെക്കണം എന്നല്ല ശ്രീ ആർഷ പറയുന്നത്. നിങ്ങൾ എന്താണ് ആളുകളെ പൊട്ടം കളിപ്പിക്കുകയാണോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. SFIയുടെ ഭാരവാഹികളൊക്കെ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയോ, നിങ്ങൾ ചാനൽ ചർച്ചയിൽ വരുന്ന ഉരുട്ടിക്കൊണ്ടുവരുന്ന വാചകങ്ങൾ പറഞ്ഞു വിഴുങ്ങി പോകുന്നവരല്ല കേരളത്തിലെ വിദ്യാർത്ഥികളും പൊതുസമൂഹവും. ഇതൊക്കെ ലൈവായി കാണുന്നുണ്ട്. സിദ്ധാർത്ഥ് കൊലപാതകത്തിന്റെ പിന്നിൽ 21 നമ്പർ റൂമിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ നിരന്തരമായി മർദ്ദിച്ചു, പട്ടിണിക്കിട്ടു, അദ്ദേഹത്തിന് ആക്രമിച്ചുവെന്ന് സകല തെളിവുകളും പുറത്തുള്ളപ്പോൾ അതിൽ പ്രതിയായി 4-5 SFIക്കാരുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യുമ്പോൾ ഇടിമുറികളില്ല എന്ന് നിങ്ങൾ പറയുകയാണോ? ഞാനൊരു FIR നമ്പർ പറയാം. FIR നമ്പർ 0838/2022. PM ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ള ദിവസം 6/12/2022 പിണറായിയുടെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അതിൽ ഒഫൻസ് എഴുതി വെക്കാൻ SFIയുടെ ഭാരവാഹികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി DSCയുടെ ജനറൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ പ്രതിയായിട്ട് ഒരു വിദ്യാർത്ഥിയെ 4 കിലോമീറ്റർ അപ്പുറത്തൊരു വെള്ള മാരുതി കാറിൽ കയറ്റിക്കൊണ്ടുവരികയും എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുവരികയും DSC ഓഫീസിനകത്ത് 1.5 മണിക്കൂറോളം കയറിൽ ജനവാതിലിൽ കൈ കെട്ടിയിട്ട് നിരന്തരം മർദ്ദിക്കുകയും ചെയ്തു എന്ന് പിണറായി പോലീസിന്റെ FIR ഉണ്ട് 838/2022. ആരാ നിങ്ങൾക്ക് പറഞ്ഞ് ഇടിമുറികളില്ല എന്ന്? ഇടിമുറി എഴുതി വെക്കല്ല, നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾ, നിങ്ങൾ നിരന്തരമായി ഭരിക്കുന്ന, നിങ്ങൾ മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന യൂണിയന്റെ ഓഫീസുകൾ ഇടിമുറികളായി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഇനി ഞങ്ങൾ മാറാൻ തയ്യാറാണ്. കൊയിലാണ്ടിയിലെ ആ പ്രസംഗം തെറ്റായിരുന്നുവെന്ന് ആർഷ ഇവിടെ പറയുന്നത് കേട്ടു. എനിക്ക് ചിരിയാ തോന്നിയത്. ആർഷ ഇവിടുത്തെ പറയുകയാണ് അത് തെറ്റാണ് എന്ന്. ഇതേ റിപ്പോർട്ടർ ചാനൽ ഇന്നലെ മിനിയാന്ന് ഇവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, ആ കേന്ദ്ര കമ്മിറ്റി അംഗം നിങ്ങളുടെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാതൃഭൂമിയിലാണോ റിപ്പോർട്ടിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞങ്ങളുടെ പേരിൽ അങ്ങനെ ആരോപിക്കൊന്നും വേണ്ട, ഞങ്ങൾ തിരുത്തുന്നൊന്നുമില്ല എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പറയാണ്. എന്ന് വെച്ചാൽ ഒരു റിമോട്ടിലെ ബട്ടണിലെ ഒരു ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ പരസ്പര വിരുദ്ധമായ അഭിപ്രായം പറയുന്ന SFIയുടെ നേതാക്കന്മാർ ഇവർ നിഷ്കളങ്കമായി പറയുന്നതല്ല സ്മൃതി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർ ഒരു തരം ഭ്രാന്തമായ ഒരു ചെറുപ്പത്തെ സൃഷ്ടിക്കുകയാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരെ ഒരുതരം ഭ്രാന്തമായ അക്രമോത്സുകതയിലേക്ക് ഇവർ കൊണ്ടുപോവുകയാണ്. ഈ കാടൻ സംസ്കാരം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് എടുത്തു കളയണമെന്ന് ലോകത്തെ ക്യാമ്പസുകൾ പുതിയ ചിന്തകളിലേക്ക് പോകുന്ന കാലമാണ്. നോക്കൂ, നിങ്ങൾ രാജ്യത്ത് പരസ്പരം ഭാഷ കൊണ്ട് പോലും ബന്ധമില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിലെ ക്യാമ്പസുകൾ പോലും ഫലസ്തീൻ പോലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി വലിയ സമരങ്ങൾ നടത്തുന്ന ഒരു കാലത്ത് നമ്മുടെ ക്യാമ്പസുകളിൽ SFIയുടെ കൊടി പിടിച്ചില്ലെന്ന് പറഞ്ഞ് അവരെ മർദ്ദിക്കുന്നവരും മറ്റേതെങ്കിലും പാർട്ടിയുടെ ഫ്ലക്സ് ബോർഡ് വെച്ചാൽ അതിവിടെ വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് തല്ലുന്നവരും അടിവയറ്റിന് പിച്ചാത്തി കേട്ടുന്ന ഒരു സംസ്കാരം കേരളത്തിന്റെ ക്യാമ്പസിൽ നിന്ന് എടുത്തു കളയണമെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 2018 സ്വതന്ത്ര ജുഡീഷ്യൽ കമ്മീഷനായി ജസ്റ്റിസ് PK ഷംസുദ്ദീൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേരാണ് എടുത്തു പറഞ്ഞത്. അത് SFIയുടെ പേരാണ്. അദ്ദേഹം പേരെടുത്തു പറഞ്ഞു. യൂണിവേഴ്സിറ്റി കോളേജിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ മറ്റു കോളേജുകളുടെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ക്യാമ്പസിൽ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു, മറ്റുള്ളവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാത്ത രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞത് ജസ്റ്റിസ് PK ഷംസുദ്ദീൻ കമ്മീഷന്റെ റിപ്പോർട്ടാണ്. അതൊന്നും പൊതുബോധ സൃഷ്ടിപ്പല്ല. CPIയുടെ പ്രഗത്ഭനായ നേതാവ്, ഒരു പക്ഷേ കേരളത്തിലെ പരിണിതപ്രജ്ഞനായ ബിനോയ് വിശ്വത്തെ പോലത്തെ ഒരു നേതാവ് തെറ്റിദ്ധാരണ കൊണ്ട് മാധ്യമ സൃഷ്ടി കൊണ്ട് പറഞ്ഞു പോവാണ് എന്നൊന്നും പറഞ്ഞിട്ട് SFIയുടെ സെക്രട്ടറി പോകരുത്. ഇത് ജനങ്ങളുടെ ബോധ്യമാണ്, അത് പൊതുബോധ്യം സൃഷ്ടിക്കപ്പെട്ടതല്ല, നിങ്ങളുണ്ടാക്കിയ ജനങ്ങളുടെ പൊതുബോധ്യമാണ്. ശരി, അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇതിപ്പോൾ മാധ്യമങ്ങൾ ചില വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ SFI അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇന്ന് വാർത്താ സമ്മേളനത്തിലും ഇപ്പോൾ ചർച്ചയിലും ആർഷോ അതാണ് ആവർത്തിക്കുന്നത്. പക്ഷേ താങ്കൾക്കും അറിയുന്ന പോലെ ഈ കൊയിലാണ്ടിയിലെയും തിരുവനന്തപുരത്തെയും രണ്ട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുമ്പോൾ പാർട്ടിയുടെ താഴെത്തട്ടിൽ മുതൽ മുകൾത്തട്ട് വരെയുള്ള ചർച്ചകളിൽ SFIയുടെയും DYFIയുടെയും രക്ഷാപ്രവർത്തനവും തെരഞ്ഞെടുപ്പിന് ഒരു പ്രധാനപ്പെട്ട പരാജയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. SFIയുടെ പ്രവർത്തനം ഒരു പ്രധാനപ്പെട്ട പോരായ്മയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കുട്ടികളെ തിരുത്തും, അടിക്കും ഇടിക്കും, പോകരുതെന്ന് ഉപദേശിക്കും. വാർത്താ സമ്മേളനത്തിൽ ആ രൂപത്തിലല്ല പറയുന്നത്, കുറച്ചുകൂടി വേറെ രീതിയിലാണ്. SFIക്ക് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കും. അത് നിങ്ങൾ പറയേണ്ട, പുറത്തുനിന്നുള്ള ഉപദേശങ്ങൾ എടുക്കുന്നില്ല. അതായത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും, ആഴത്തിൽ പരിശോധിക്കും എന്ന് പറയുന്ന പാർട്ടിയാണ്. വേറെ ആരും പറയേണ്ട, അത് ഞങ്ങൾക്കകത്തെ പ്രശ്നമാണ്, ഞങ്ങൾ അകത്ത് തിരുത്തിക്കോളും, വേറെ ആരും വിമർശിക്കാൻ വരേണ്ട എന്ന് പറയുന്നത്. ഇത് അസഹിഷ്ണുത എന്ന വാക്കല്ലാതെ വേറെ എന്താണ് ഇതിന് പറയാൻ യോജിച്ച വാക്ക്? സ്മൃതി, ഒരു സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുക എന്നത് ചെയ്യുന്നതിനുള്ള എളുപ്പമാർഗം ആ സമൂഹത്തിലെ യുവാക്കളെ ആകമാനം അരാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ്. യുവാക്കൾ വിദ്യാർത്ഥി സമൂഹത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എങ്കിൽ
കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIക്ക് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലുള്ള സ്വാധീന ശക്തി അറിഞ്ഞു വെച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി സംഘടനയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യമാണ് വലതുപക്ഷ മാധ്യമങ്ങളാകമാനം നടത്തിയിട്ടുള്ളത്. ഇവിടെ SFIയുടെ പരാതി നാം കേട്ടതാണല്ലോ. ഒരു വാർത്ത വരുമ്പോൾ വാർത്തയുടെ വസ്തുതകളിലേക്കല്ല അതിൻ്റെ വിശകലനത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്. അതിനു പകരം ആ വാർത്ത വസ്തുതാപരമായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലെയും സമീപകാലത്ത് കടന്ന് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെയും സംഭവങ്ങൾ തന്നെ നമുക്കെടുത്ത് പരിശോധിച്ചാൽ കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ കാര്യവട്ടം ക്യാമ്പസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഗവേഷണത്തിൻ്റെയും സർഗാത്മകതയുടെയും സാഹോദര്യത്തിൻ്റെയും ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തെ നിരാകരിച്ചുകൊണ്ടാണ് ഇടിമുറിയുള്ള ഒരു ക്യാമ്പസായി കാണുന്നത്. ഞാനൊക്കെ കാര്യവട്ടം ക്യാമ്പസിൽ പലപ്പോഴും പോയിട്ടുള്ളതും പലപ്പോഴും അവിടെ താമസിച്ചിട്ടുള്ളതുമൊക്കെ ആളാണ്. സ്വാഭാവികമായി ആ കാര്യവട്ടം ക്യാമ്പസിൻ്റെ അത്തരം ചരിത്രത്തെ നിങ്ങൾ തിരിച്ചറിയാതെയാണ് കാര്യവട്ടം ക്യാമ്പസിൽ SFI അവിടെ ഇടിമുറി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ പറഞ്ഞത്. കാര്യവട്ടം ക്യാമ്പസിലെ KSU പ്രവർത്തകർ അവിടെ നടന്നതിന്റെ വസ്തുതാപരമായി നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം ക്യാമ്പസുകളിലേക്ക് ചെന്ന് വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കണം. ഏതെങ്കിലും ഒരു ഗുരു അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ, ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ ചെകിടത്തടിച്ചത് നിങ്ങൾക്ക് വാർത്തയല്ല, മറിച്ച് ഗുരുവിനെ ആക്രമിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് പ്രസംഗിച്ചത് വൈകാരികമായി പോയി. ആ വൈകാരികമായ പ്രസംഗത്തെയാണ് നിങ്ങൾ മാത്രമാണ് SFI പുറത്തുവിടുന്നത്. ചെകിടത്തടിയേറ്റ വിദ്യാർത്ഥിയുടെ പ്രതികരണമാകാം, ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാകാം, ഒന്നും പുറത്തേക്ക് വിടുന്നില്ലല്ലോ. ഇതൊരു വ്യാഖ്യാനം അപ്പോൾ സൃഷ്ടിക്കുകയാണ്. പുറത്തേക്ക് വന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് പ്രിൻസിപ്പലിനെ അടിച്ചതാണ്. ഒരു മിനിറ്റ് BN ഹസ്കർ, ഒറ്റ മിനിറ്റ്. ഇത് പ്രിൻസിപ്പളിനെ അടിച്ചത് തെറ്റായി പോയെന്ന ഇത്ര നേരമായിട്ടും ഒരു ഘട്ടത്തിൽ പോലും SFI അത് പറഞ്ഞിട്ടില്ല. ഒരു അധ്യാപകനെ മർദ്ദിക്കുന്നത് തെറ്റാണ്, അത് വിദ്യാർത്ഥികൾ ചെയ്തുകൂടാ എന്നൊരു പ്രതികരണം ഇതുവരെ CPMൽ നിന്നും ഒരു നേതാവിൽ നിന്നും പറഞ്ഞു കേട്ടില്ല. അപ്പോൾ പിന്നെ എവിടെയാണ് തെറ്റുതിരുത്തൽ? നിങ്ങൾ അപ്പുറത്ത് കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് കണ്ടതിലെന്താണ് പ്രതികരണം? അതുകൂടി വേണ്ടേ? സ്മൃതി, നിങ്ങൾ പക്ഷപാതപരമായി വാർത്തകൾ നൽകുന്നു. ഒരു അധ്യാപകനെ എന്നല്ല, ഒരു വ്യക്തിയെ പോലും അടിക്കാൻ പാടില്ലെന്നേ. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിച്ചത് നിങ്ങൾക്ക് വാർത്തയല്ല. വിദ്യാർത്ഥി അടിച്ചു എന്ന് SFI അവകാശപ്പെടുന്നതാണ്. അതിന്റെ ദൃശ്യങ്ങളില്ല, ഒരു ചെവിയുടെ ചിത്രം മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് അവിടെയാണ് പക്ഷപാതിത്വം വരുന്നത്. നിങ്ങൾ ദൃശ്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ വസ്തുതയല്ലാതാവുമോ? ഒരു വിദ്യാർത്ഥിയുടെ പരാതി നമുക്ക് അറിയാലോ. ഒരു സംഭവം നടക്കുന്നു, ആ സംഭവത്തെ സംബന്ധിച്ച് ആ വിക്ടിം നൽകുന്ന മൊഴിയാണ് ആ സംഭവത്തിന്റെ യഥാർത്ഥ രൂപം. ആ വിക്ടിം നൽകുന്ന മൊഴി എന്റെ ചെകിടത്തടിച്ചു, എന്റെ ശ്രവണം ദൃശ്യങ്ങളില്ലാത്തതുകൊണ്ടാവുമല്ലോ. എന്താണ് ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ അന്ന് കൂടിയ ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ ആ വിദ്യാർത്ഥിയുടെ കയ്യിലോ അല്ലെങ്കിൽ അത് കോളേജിന്റെ വിഷയമാണ്, അത് കിട്ടിയില്ല, ശരി, അതൊരു വാദത്തിന് സമ്മതിക്കാം. എന്നാൽ പോലും ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങളും പ്രതികരണങ്ങളും പുറത്തുവിടാൻ എത്ര നേരത്തോട് നേരമായല്ലോ. എന്താണ് പറ്റാത്തത്? അത് എന്തുകൊണ്ട് നിങ്ങളതിന് ശ്രമിച്ചില്ല? നിങ്ങൾക്ക് ആ വിദ്യാർത്ഥിയോട് പോയി ഒരു ഇന്റർവ്യൂ എടുത്ത് കൊടുക്കുന്നതിനുള്ള വൈമനസ്യം എന്താ? നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നില്ല? അവിടെയാണല്ലോ പക്ഷപാതിത്വം എന്ന് പറയുന്നത്. നിങ്ങൾ പക്ഷപാതപരമായി കേരളത്തിലെ 53 കൊല്ലത്തെ ഒരൊറ്റ മിനിറ്റ്. PK നവാസ് എന്താണ് പറയാൻ പോയത്? ഞാൻ പറയട്ടെ. ശ്രീ ഇടത് സഹയാത്രികനായ BN ഹസ്കർ ഇവിടെ പറഞ്ഞ ഈ വാദം കഴിഞ്ഞ കുറച്ച് ദിവസം BN ഹസ്കർ ഇവിടെ പറഞ്ഞ വാദം കുറച്ച് ദിവസങ്ങളായി SFIയുടെയും SFIയുടെ സഹയാത്രികന്മാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ലോജിക്കലി ഒരു ചോദ്യം പ്രിയപ്പെട്ട ശ്രീ ഹസ്കറിനോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയത്? അവിടുത്തെ പ്രിൻസിപ്പൽ വിദ്യാർത്ഥിയെ കവിളത്തടിച്ചു എന്ന വാർത്ത നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അങ്ങനെ കവിളത്തടിച്ചുവെങ്കിൽ വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്നവരാണ് ഞങ്ങൾ. SFIയുടെ നേതാവാണെങ്കിലും ശരി, സാധാരണ പ്രവർത്തകരാണെങ്കിലും ശരി, രാഷ്ട്രീയമില്ലാത്ത വിദ്യാർത്ഥികൾ അവൻ്റെ കൂടെയാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, SFIയുടെ ഒരു പ്രവർത്തകനെ അടിച്ചു എന്ന് എവിടെ നിന്നാണ് നിങ്ങൾക്ക് വിവരം കിട്ടിയത്? രണ്ടാമത്തെ കാര്യം, ഈ കോളേജിന്റെ പ്രത്യേകത, കൊയിലാണ്ടിയിലെ ഈ കോളേജിന്റെ പ്രത്യേകത 90% SFIക്കാരുള്ള ഒരു കോളേജാണ്. SFI ഭാരവാഹികളുള്ള കോളേജാണ്. യൂണിയൻ SFI ആണ് ഭരിക്കുന്നത്. അവിടെ പുറത്തു നിന്ന് SFI നേതാക്കന്മാർ സ്ഥിരമായി വരുന്ന ഒരു ക്യാമ്പസാണ്. അങ്ങനത്തെ ഒരു ക്യാമ്പസിനകത്ത് 100 SFIക്കാർ കൂടിയിരിക്കുന്നിടത്ത് വെച്ച് ഒരു പ്രിൻസിപ്പൽ അവിടുത്തെ SFIയുടെ പുറത്തു നിന്ന് വന്ന ഒരു നേതാവിനെ, ലോക്കൽ നേതാവിനെ ചെകിട്ടത്തടിച്ചു എന്ന് പറഞ്ഞാൽ ലോജിക്കലി ആർക്കത് വിശ്വസിക്കാൻ വേണ്ടി കഴിയാം? അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ലോജിക്കലി വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാദഗതി SFI ഉയർന്നുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട് എന്ന ചോദ്യം വരുന്നത്. അപ്പോൾ ഒരു വീഡിയോ ആണ് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കൂടെ ഞാൻ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ എന്താ ശ്രീ ഹസ്കർ ഉള്ളത്? അദ്ദേഹം കാതിന് പരിക്ക് പറ്റിയ ഒരു ആളെ കാണിക്കുന്നുണ്ട്, പൊത്തിപ്പിടിച്ചിരിക്കുന്ന കാണിക്കുന്നുണ്ട്. തല്ലുന്നത് എവിടെ?
പ്രിൻസിപ്പൽ തല്ലിയോ? ഞങ്ങൾ പ്രിൻസിപ്പലിനെതിരാണ്, നിങ്ങളുടെ കൂടെ നിൽക്കാം. ഞങ്ങൾ ചോദിക്കുന്നത് ഈ 100 കണക്കിന് ആളുകൾക്ക് ഇടയിൽ വെച്ച് SFIയുടെ പുറത്തുനിന്ന് വന്ന ലോക്കൽ നേതാവിനെ മുഖത്തടിക്കാൻ മാത്രം പ്രാപ്തനായ ഒരു പ്രിൻസിപ്പലാണ് ഉള്ളതെങ്കിൽ അത് പറയണം. നിങ്ങൾ എന്ത് തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ട്? അസ്കറിനെ പോലുള്ള ചിന്തകന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഇടത് നിരീക്ഷകന്മാർ ഇവിടെ വന്നിരുന്ന് SFIയുടെ വാദഗതികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് ലോജിക്കലി ജനങ്ങൾക്ക്, സമൂഹത്തിന്, വിദ്യാർത്ഥികൾക്ക്, ഞങ്ങൾക്ക് ഈ വാർത്ത വായിക്കുന്ന സ്മൃതിക്കുൾപ്പെടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ലോജിക്ക് പറയണ്ടേ ശ്രീ ഹസ്കർ? തുടരാം, മറുപടി പറഞ്ഞുകൊണ്ട് തുടരാം. ഒരു നിമിഷം. അത് ഗുരുദേവ കോളേജിന്റെ മാനേജ്മെന്റിന്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന CCTV ദൃശ്യങ്ങളാണ്. സ്വാഭാവികമായി ഇനിയിപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ പ്രിൻസിപ്പലിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, 41A പ്രകാരമുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുകയും ആ ദൃശ്യങ്ങളടക്കം പോലീസിന് എടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഇത് പൊതു മധ്യത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ആ വാർത്ത തെറ്റായിരുന്നു എന്ന് പറയാനുള്ള മാത്രമല്ല അല്ല, അത് എല്ലാം ശേഖരിച്ച് കഴിഞ്ഞ് കേസ് മുന്നോട്ട് പോയി പൊതുമധ്യത്തിലേക്ക് എത്തണമല്ലോ. അല്ല, പൊതുമധ്യത്തിൽ എങ്ങനെയാ വരുന്നേ? അത് പോലീസ് കോടതിയിൽ ഹാജരാക്കേണ്ടതല്ലേ? അത് മാധ്യമങ്ങൾക്ക് എവിഡൻസ് കോടതിയിൽ ഹാജരാക്കി കഴിയുമല്ലോ. അല്ല, അത് അവർക്ക് ആവശ്യമുള്ളത് മാത്രം അവർ വിട്ടുകൊടുത്തു. അത് നിങ്ങൾ തരം തിരിച്ച് നിങ്ങൾ വാർത്ത കൊടുത്തു. നിങ്ങൾ ചോദിക്കാതെ എന്താ മാനേജ്മെന്റിനോട്? ആ മാനേജ്മെന്റിനോടും പ്രിൻസിപ്പലിനോടും അവിടെ നടന്ന മുഴുവൻ വിഷ്വൽസും പ്രിൻസിപ്പൽ ആദ്യം പരാതി കൊടുത്തിട്ടും ആദ്യം കേസെടുത്തത് SFIയുടെ പരാതിയിലാണ്. ആണ് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ കിട്ടിയ വിഷ്വൽസ് ഉണ്ടല്ലോ, ആ വിഷ്വൽസിന്റെ മുഴുവൻ വിഷ്വൽസും തരുന്നതിന് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല മാനേജ്മെന്റിനോടോ അത് തന്നവരോടോ? അപ്പൊ നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു അജണ്ടയുണ്ട്. SFI ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇടയ്ക്ക് കയറി ബുദ്ധിമുട്ടാക്കല്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. SFIക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. ഒരു ചോദ്യം ചോദിക്കട്ടെ അസ്കർ? നിങ്ങൾ ചോദിച്ചോ നവാസേ? അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന്. ഭരിക്കുന്നത് പിണറായി വിജയനാണ്. ഈ സംവിധാനവും പോലീസൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഇത്തരത്തിൽ പ്രതിരോധമുള്ളൊരു മാറ്ററിൽ ഒരു വീഡിയോ പുറത്തുവിടാൻ കഴിയാത്തവരാണ് ഭരിക്കുന്നവരും SFIയും ഇവിടുത്തെ പോലീസും സംവിധാനം എന്ന് ജനങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് ഇന്നോ നാളെയോ മറ്റന്നാളോ ഇത് പോലീസിൻ്റെ കയ്യിൽ രേഖയുണ്ട്, അത് വരും എന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്ന് എസ്കേപ്പ് ആവാൻ കഴിയുന്ന ഒരു വാദം എന്നതിനപ്പുറത്തേക്ക് വസ്തുതാപരമായ ഒരു കാര്യവും അങ്ങനെ ഇല്ല. താങ്കളെ പോലെ ഒരാൾക്ക് ഇവിടെ വന്ന് SFIയെ ന്യായീകരിക്കാം, 2-3 ദിവസം ഈ ചർച്ച അവസാനിക്കും, പിന്നീട് തെളിവ് ചോദിച്ച് ആരും വരില്ല. അതുവരെ നിങ്ങൾക്ക് SFIയെ സംരക്ഷിക്കാം. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയട്ടെ, ആ വിഷയത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഇല്ലെന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ സാക്ഷ്യപ്പെടുത്തുകയും പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ലോജിക്കില്ലാത്ത ഒരു കഥയെ നിങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുക. ശരി, ആർഷോയ്ക്ക് പറയാനുണ്ട്. ആർഷോയിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം എത്താം ചർച്ചയിലേക്ക്. ആർഷോ പറയാം, മറുപടി പറയാം. എല്ലാത്തിനും മറുപടി പറഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. എന്നിരുന്നാലും നിശ്ചയമായും പറയേണ്ടുന്ന 1-2 കാര്യങ്ങൾക്കകത്ത് മറുപടി പറയാനുണ്ട്. ഒന്ന്, ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ കൈയുയർത്താൻ കാരണം ഈ ചർച്ചയുടെ അവതാരക സ്മൃതിയാണോ അതോ നവാസാണോ എന്നുള്ളൊരു സംശയം വന്ന ഘട്ടത്തിലാണ് ആദ്യം കൈയുയർത്തിയത്. രണ്ടാമത് കൈയുയർത്തിയത്, അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ തർക്കിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ നിഷ്പക്ഷതയെ സംബന്ധിച്ചാണല്ലോ. നിങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ചോദ്യം KSUവിൻ്റെ പ്രതിനിധി ഈ സംസാരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അത് മറ്റൊന്നുമായിരുന്നില്ല, മട്ടന്നൂർ NSS കോളേജിൽ പ്രിൻസിപ്പാളെ തെറി വിളിക്കുന്ന KSUവിൻ്റെ മണ്ഡല ഭാരവാഹി ഒന്നല്ല കേട്ടോ, അവരുടെ ജില്ലാ ഭാരവാഹിയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ ഞങ്ങളൊക്കെ അത് കാണുന്നത് പ്രാദേശിക ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ്, മുഖ്യധാര മാധ്യമങ്ങളിലൂടെയൊന്നുമല്ല. അപ്പോൾ അത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ എല്ലാ SFIക്ക് മാത്രം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇടയ്ക്കൊരു ചെറിയ സ്പെഷ്യൽ ക്ലാസ് എങ്കിലും KSUവിന് എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുമോ, ഒരു ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്ന് സ്വാഭാവികമായും ഒന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നിരുന്നു. അതുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾക്ക് പക്ഷമുണ്ട്, നിങ്ങളുടെ പക്ഷം അത് ഇടത് വിരുദ്ധാണ്, നിങ്ങളുടെ പക്ഷം എങ്ങനെയും SFI ഇല്ലാതാക്കി കളയണം എന്നുള്ള പക്ഷമാണ്. അതിനോടുള്ള വിമർശനത്തോട് നിങ്ങൾ എത്ര അസഹിഷ്ണുത കാണിച്ചു. ശരി, എന്നാൽ ഈ 8 വർഷത്തിൽ ഇടത് നിലപാടോടുകൂടി SFI ചെയ്ത കുറച്ച് പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കൂ. ഇടത് നിലപാടോടുകൂടി ചെയ്ത പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കൂ. അതിന് ഡിബേറ്റ് വിത്ത് സ്മൃതിയുടെ സമയം മതിയാകില്ല. അല്ല, തീർച്ചയായിട്ടും അതിന് ഡിബേറ്റ് വിത്ത് സ്മൃതിയുടെ സമയം മതിയാകില്ല. അല്ല, പറയാം, ഒരു കുഴപ്പമില്ല, അത് പറയാം. അല്ല, പറയും, ഒരു കുഴപ്പമില്ല, പറയുന്നതിനകത്ത് ഒരു തർക്കമില്ല, ഒരു പ്രയാസമില്ല. ഇനി ഞാൻ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ചർച്ചയ്ക്കകത്ത് ഈ ആക്ഷേപങ്ങൾക്കകത്ത് മറുപടി പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ, ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കേണ്ടതില്ല.
എൻ്റെ അവസരത്തിൽ എനിക്ക് പറയാലോ. ഇനി നേരത്തെ സ്മൃതി പറഞ്ഞൊരു പച്ചക്കള്ളുണ്ട്. ആ പച്ചക്കള്ളം മറ്റൊന്നുമല്ല. നേരത്തെ ഗുരുദേവ കോളേജിൽ SFIയുടെ ഏരിയ പ്രസിഡന്റ് അഭിനവിനെ പ്രധാന അധ്യാപകൻ മർദ്ദിച്ചു. അദ്ദേഹത്തിന് ചെവിക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞൊരു ചെവിയുടെ ചിത്രം മാത്രം SFI പുറത്തുവിട്ടു. മറ്റ് തെളിവുകളൊന്നും ഈ സമയമായിട്ടും പുറത്തുവിട്ടില്ല. എന്തേ നിങ്ങൾ പുറത്തുവിടാത്തത്? നിങ്ങൾക്ക് ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് എന്താ പുറത്തുവിടാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ചക്കള്ളം നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ബാക്കി ഞങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച തെളിവൊന്നും ഒരു മെഡിക്കൽ റിപ്പോർട്ട് പോലും പുറത്തുവിട്ടിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ എഡിറ്റോറിയൽ ടീമിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് സ്മൃതി. ആ മെഡിക്കൽ റിപ്പോർട്ടുകളുടെ മുഴുവൻ രേഖയും നിങ്ങളുടെ എഡിറ്റോറിയൽ ടീമിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് നിങ്ങളുടെ മീറ്റ് എഡിറ്റേഴ്സ് പരിപാടിയിൽ ആ മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ച നിങ്ങളുടെ ഒരു എഡിറ്റോറിയൽ ടീം അംഗം സ്മൃതി ഇരിക്കുന്ന മീറ്റ് എഡിറ്റേഴ്സിന് പറഞ്ഞിട്ടുണ്ട്, ആ മെഡിക്കൽ റെക്കോർഡുകൾ ഞാൻ പരിശോധിച്ചിരുന്നു, ആ വിദ്യാർത്ഥിക്ക് ചെവിക്ക് പരിക്കേറ്റിട്ടുണ്ട്, കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങളുടെ എഡിറ്റോറിയൽ ടീം പറഞ്ഞിട്ടുണ്ട്, ടീം അംഗം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടെന്നേ നിങ്ങളുടെ റിപ്പോർട്ടറിന്റെ എഡിറ്റോറിയൽ ടീമിന് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് മെഡിക്കൽ ഡോക്യുമെന്റ്സ്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നു പച്ചക്കള്ളം പറയാൻ പാടും. ഒന്നാമത്തെ കാര്യം ചർച്ചയിൽ തന്നെ ചെവിയുടെ ചിത്രമാണ് കാണിച്ചിരുന്നത്. രണ്ടാമത്തെ കാര്യം താങ്കൾ എല്ലാം നവമാധ്യമങ്ങളോട് മാത്രം എന്താണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം. താങ്കൾക്ക് പറയാം മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ അഭിനന്ദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഈ കോളേജിലെ വിദ്യാർത്ഥിയാണോ? അതല്ലല്ലോ നമ്മുടെ വിഷയം. അല്ല, കോളേജിലെ വിദ്യാർത്ഥിയാണോ? കോളേജിലേക്ക് അകത്തേക്ക് വന്ന് എങ്ങനെയാണ് അങ്ങനെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കോളേജിനകത്തേക്ക് അദ്ദേഹം എങ്ങനെയാണ് എത്തിയത്? നവമാധ്യമത്തിലൂടെ മാത്രല്ല മാഡം. ആയിക്കോട്ടെ അദ്ദേഹം നടന്നാ വന്നത്. നിങ്ങളുടെ നവമാധ്യമത്തിലൂടെ നിങ്ങളുടെ എഡിറ്റോറിയൽ ടീം അംഗത്തെ ഉണ്ടാക്കാനുള്ള നടന്നു വരവാണ് അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ. ആ ഹെൽപ്പ് ഡെസ്ക് എന്തിനായിരുന്നു എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞതാണല്ലോ. അല്ല ഇത് പറ എന്താണ് പറയേണ്ടത്? നമുക്ക് അല്ല, നിങ്ങൾ ഈ മെഡിക്കൽ ഡോക്യുമെന്റ്സ് വിട്ടുപോലെ ഈ മെഡിക്കൽ ഡോക്യുമെന്റ്സ് വിട്ടിട്ടില്ല. താങ്കൾക്ക് എന്റെ നമ്പർ ചില നമ്പറിലേക്ക് മാത്രമേ പോകുള്ളൂ. അയച്ചു തരൂ. അല്ല, നിങ്ങളുടെ രണ്ട് ദിവസം മുൻപ് ചർച്ചയിൽ പറഞ്ഞെങ്കിൽ ഡോക്ടർ അരുൺ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് വിശദീകരിച്ച് മുഴുവനായി അത് ചർച്ച ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. മെഡിക്കൽ റിപ്പോർട്ട് എന്ന രീതിയിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടി കിട്ടിയതായി പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെവിയുടെ ചിത്രവുമുണ്ട്. ചെവിയുടെ ചിത്രം ഞാനും കണ്ടതാണ്, സത്യമാണ്. സ്മൃതിയല്ലേ കുറച്ചു മുൻപ് പറഞ്ഞത്? ചെവിയുടെ ചിത്രമാണ് ഞാൻ കണ്ടതെന്ന് പറയുന്നു. അല്ല, അത് വിശദീകരിച്ചില്ല എന്ന് പറഞ്ഞത്. അതിൽ വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഹർഷോ, എങ്ങനെ വിശദീകരിക്കേണ്ടത്? അല്ല, എന്താണ് പരിക്ക് എന്ന് വ്യക്തമല്ല. ഈ താങ്കൾ പറയുന്ന ഈ യുവാവ് പിന്നെ പ്രതികരിച്ചതായും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. പരിശോധിച്ചാണോ വ്യക്തമല്ലാത്തത്? പ്രതികരിച്ചതായും കണ്ടിട്ടില്ല. ശരി ഹർഷോ, ഇനി ശരി, താങ്കളുടെ വാദത്തിന് നിങ്ങളുടെ SFIയുടെ അവിടുത്തെ പ്രതിനിധി പറയട്ടെ. അല്ല, SFIയുടെ നിങ്ങളുടെ നേതാവിന് പരിക്ക് പറ്റി, പ്രിൻസിപ്പൽ അടിച്ചു എന്ന് തന്നെ കരുതുക. തിരിച്ച് അടിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആ കോളേജിലെ വിദ്യാർത്ഥിയാണോ? അയാൾ എന്തിനാണ് അവിടേക്ക് വന്നത്? അല്ല സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതിനകത്ത് സംഘടനാ പ്രവർത്തനം അനുവദിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുക? അതിനകത്ത് നടത്തുക? അനുവദിക്കുന്നില്ലല്ലോ ആ കോളേജിൽ. കേരളത്തിലെ ഒരു ക്യാമ്പസിലും സംഘടനാ പ്രവർത്തനം അനുവദിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അകത്ത് എത്തുക? ഞാൻ ചോദിക്കുന്നത്, ബലം പ്രയോഗിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ഡെസ്ക് നടത്തുക? എന്താണ് അതിൽ ഹെൽപ്പ് ഉണ്ടായിട്ടുള്ളത്? ആയിക്കോട്ടെ, ആ കോളേജ് കുറെ ദിവസം അടച്ചിട്ടു എന്നല്ലാതെ എന്ത് ഹെൽപ്പാണ് ഉണ്ടായിട്ടുള്ളത്? ആയിക്കോട്ടെ, ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കറിയാം. ഒന്ന്, ഇനി സംഘടനാ പ്രവർത്തനം അനുവദിക്കുന്നില്ല കേരളത്തിലെ ഒരു ക്യാമ്പസിലും. അതിന് കോടതി വിലക്കുണ്ട്. ആ വിലക്ക് കേട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ആളുകളെ ഞങ്ങൾ ഉള്ളിടത്തൊക്കെ പോയി വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കും. ഇനി സ്മൃതി ഇതിനു മുൻപ് പ്രവർത്തിച്ചിരുന്ന മാധ്യമ സ്ഥാപനം അത് കേന്ദ്ര സർക്കാർ വിലക്കിയായിരുന്നല്ലോ. അന്ന് നിങ്ങൾ എന്താ തീരുമാനിച്ചത്? ഞങ്ങൾ ഇനി മാധ്യമപ്രവർത്തനം നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചു പോയ ആളുകളാണോ നിങ്ങൾ? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതിൽ പിശകുണ്ട്. നിങ്ങൾ കള്ളം പറഞ്ഞു.
ഈ ഡോക്യുമെന്റ്സ് ഞാൻ ഉൾപ്പെടെ കള്ളം എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ട ഡോക്യുമെന്റ്സ് ഇല്ല, ഞാൻ അങ്ങനെ ഡോക്യുമെന്റ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് നിങ്ങളുടെ മുഖ്യ ശത്രു നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയണം. SFI പുറത്തുവിട്ടിട്ടില്ല എന്ന് പറയരുത്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നോട് എന്റെ കൂടെ ചർച്ചയിൽ പങ്കെടുത്ത ആൾ ഒരു ചെവിയുടെ ചിത്രമാണ് കാണിച്ചു തന്നത്. കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ചർച്ചയിൽ അന്ന് പങ്കെടുത്ത വ്യക്തി ചെവിയുടെ ചിത്രമാണ് കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് SFI പുറത്തുവിട്ടിട്ടില്ല പറഞ്ഞത്. അല്ല ഹർഷോ, വാദത്തിന് ഈ അടി കിട്ടി എന്ന് കരുതാം. ഒരു മിനിറ്റ് ഹർഷോ, അങ്ങനെ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ വിഷയം ആവർത്തിച്ചു പറയാതിരുന്നത്? SFIയുടെ പ്രവർത്തകരെ അത് അടിച്ചിട്ടിരിക്കുന്നു എന്ന് എന്താണ് പറയാതിരുന്നത്? ആ വാദം ഉന്നയിക്കാമല്ലോ. അങ്ങനെ ഒരു വാദം ഉന്നയിച്ച് കണ്ടില്ല ആരും. നിങ്ങളുടെ പിഴവുകൾ നിങ്ങളെ പറഞ്ഞു തിരുത്തിക്കുമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇത് ഒരു മിനിറ്റ്, സഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷമാണ് ആർഷോയുടെ ഭാഷയ്ക്ക് തന്നെ മാറ്റം വന്നത്. അതിനു മുമ്പ് ആർഷോ എങ്ങനെയാണ് ഈ സംഭവങ്ങളോടും വാർത്തയോടും പ്രതികരിച്ചതെന്ന് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ ആർഷോ. ഇപ്പോൾ ആവേശത്തോടെ ഇത്ര ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്നത് ഏത് ബലത്തിലാണെന്നുള്ളത് വളരെ കൃത്യമാണ് ആർഷോ. ഇപ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് ആർഷോയിലേക്ക് വരാം. ആർഷോയിലേക്ക് തന്നെ വരാം. ആർഷോ ചോദിച്ച ചോദ്യം ഞാനിപ്പോൾ ആലോചിച്ചോട് ചോദിക്കുകയാണ്. മട്ടന്നൂർ കോളേജിൽ അറിയണ്ടേ? ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. എനിക്കൊരു സമയം വേണ്ട. സ്മൃതി ആലോചിച്ചും കൂടെ ചർച്ച നടത്തി. ഒറ്റ കാര്യം, ഇന്നലെ ഇരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ സഭയിലെ പ്രസംഗം. മിനിഞ്ഞാന്ന് സ്മൃതി ഉൾപ്പെടെ പങ്കെടുത്ത റിപ്പോർട്ടറിലെ നിങ്ങളുടെ പ്രസ് കോൺഫറൻസിൽ ഞാൻ പങ്കെടുത്തല്ലേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ മിനിഞ്ഞാന്ന് ഈ പറഞ്ഞ വിദ്യാർത്ഥിക്ക് ചെവിക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് ആരും സംസാരത്തിന്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. തിരുത്താനുണ്ടോ എന്നുള്ള പരിശോധന നടത്തുമോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾക്കൊന്നും തിരുത്താനില്ല എന്നാണ് കരുതുന്നതിൽ ഒന്നും പറയാനില്ല. ഞങ്ങളുടെ ഭാഗത്തുണ്ടാവുന്ന പോരായ്മകൾ തിരുത്തും. അല്ലെ, എന്താണ് പോരായ്മ തിരുത്തിയോ എന്ന് ചോദിക്കുന്നു. നേരത്തോട് നേരമായിട്ടും എന്താണ് നിങ്ങൾ തിരുത്തിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടിയില്ല. അലോഷ്യസ് സേവ്യർ, ഞാൻ നിങ്ങളോട് ആദ്യത്തെ ചോദ്യം തന്നെ ചോദിച്ചത് അല്ലല്ല, താങ്കൾ ആർഷോ കേൾക്കാത്തതാണ്. KSU പ്രതിനിധിയോട് ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം തന്നെ KSU പ്രവർത്തകർ അല്ലല്ല ഒരു മിനിറ്റ് പറയട്ടെ. ആർഷോ കേൾക്കാത്തത് KSU പ്രവർത്തകരെ പുകഴ്ത്തിയുള്ള ചോദ്യമൊന്നുമല്ല ഞാൻ KSUവിന്റെ നേതാവിനോട് ചോദിച്ചത്. ഒരൊറ്റ KSU നേതാവ് പോലും SFIയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല, മറിച്ച് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഇനി മട്ടന്നൂർ കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളാണല്ലോ അലോഷ്യസ് സേവ്യർ ചർച്ച ചെയ്യുന്നത്. അവിടെ നിങ്ങളുടെ പ്രവർത്തകർ അവിടെ ആരെയാണ് തെറി വിളിച്ചത്? അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കരുതുന്നുണ്ടോ? സ്മൃതി, ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് SFIയുടെ സംസ്ഥാന സെക്രട്ടറി തനിക്ക് പച്ചക്കള്ളം പറയുന്നതിന് ഒരു മടിയുമില്ല എന്ന് നിരന്തരം തെളിയിക്കുന്നത് നമ്മൾ നിരന്തരമെല്ലാം കണ്ടതാണ്. കഴിഞ്ഞ 2-3 ദിവസമായി ഞാൻ ഈ മട്ടന്നൂർ കോളേജിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കൊയിലാണ്ടി കോളേജിലെ വിഷയമായിട്ട് ഒന്ന് പറഞ്ഞു വെച്ചോട്ടെ. ഈ ചാനൽ ചർച്ചയിൽ വന്ന് നിരന്തരമായിട്ട് പ്രിൻസിപ്പൾ SFI പ്രവർത്തകൻ്റെ കർണപടം അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും അതിൻ്റെ ഒരു തെളിവുകൾ പോലും ചാനലുകൾക്കോ പൊതുമധ്യത്തിലോ ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവർ അവിടുത്തെ എന്തെങ്കിലും ഒരു വേഗമായിട്ടുള്ള ഒരു വിഷ്വൽസ് കാണിച്ചുകൊണ്ട് SFI പ്രവർത്തകന്റെ കർണപടം പ്രിൻസിപ്പൾ അടിച്ചു പൊളിച്ചു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പ്രിൻസിപ്പളിനെ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുള്ള ഒരു ഭരണ സംവിധാനത്തിലെ പോലീസിംഗ് സംവിധാനത്തെ പോലും വിശ്വാസമില്ല എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി തുടരെ അടിവരയിട്ട് പറയുകയാണ്. കാരണം ഒരു SFI പ്രവർത്തകനെ അവിടുത്തെ പ്രിൻസിപ്പൽ കർണപടം അടിച്ചു പൊളിച്ചു എങ്കിൽ ഇവിടുത്തെ പോലീസിന് പരാതി കൊടുത്തിട്ടൊരു കാര്യമില്ല എന്നാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ആ പ്രിൻസിപ്പളെ കൈയാറ്റം ചെയ്തു. ഇനി പറയുന്ന മട്ടന്നൂർ കോളേജിലെ വിഷയത്തിലേക്ക് വരാം. SFI സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ട് എന്ത് പറയുന്നു? ഇവിടെ കണ്ണൂർ ജില്ലയിലുള്ള KSU ഒരു ജില്ലാ ഭാരവാഹി പ്രിൻസിപ്പലിനെ കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞു എന്ന് 3-4 വട്ടം SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. SFI സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴാണ് ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ അതിക്ക് ശേഷം 2 മണിക്കൂറുകൾക്ക് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളെ കണ്ടതാണ്. ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപും ഞാൻ ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അവിടുത്തെ ജില്ലാ ഘടകങ്ങളോട് എന്താണ് അവിടെ സംഭവിച്ചത്, ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ട് 8 വർഷത്തോളമായി സംഘടനാ പ്രവർത്തനം നടത്താത്ത ഒരു ക്യാമ്പസിൽ SFIയുടെ ഒരു ഭാരവാഹി അവിടെ ചെന്ന് ഒരു സമരവുമായിട്ട് ഒറ്റ വരി കുറിപ്പെഴുതി കൊടുക്കുകയാണ്. ഈ കോളേജിൽ സമരം അനുവദിക്കണം എന്ന് പറഞ്ഞ് മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊന്നും അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ സമരം അനുവദിക്കാത്ത ഒരു പ്രിൻസിപ്പൾ അവിടെ SFIയുടെ ഭീഷണിക്ക് മുൻപിൽ ഒരുപക്ഷെ സമരം അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് SFIക്ക് വേണ്ടി മാത്രം അത് അനുവദിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നത് മാത്രമാണ്. അല്ലാതെ ആർഷോ പറയുന്നത് പോലെ നിരന്തരമായിട്ട് അവിടെ ചീത്ത വിളിച്ചു, അധ്യാപകനെ കയ്യേറ്റു. ഞാൻ ഈ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങനെ KSUവിന്റെ
പറയട്ടെ. വിദ്യാഭ്യാസ മന്ത്രി പ്രിൻസിപ്പൽ അനുമതി നൽകിയത് ചോദ്യം ചെയ്തു. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ സ്മൃതി, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ടും ഞാൻ വളരെ വ്യക്തതയോടുകൂടി പറയുന്നു, KSUവിന്റെ ജില്ലാ ഭാരവാഹി എന്നല്ല, KSUവിന്റെ ഒരു യൂണിറ്റ് ഭാരവാഹി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഒരു പ്രിൻസിപ്പളിനെ ഭുലപ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം KSU സംസ്ഥാന ഇപ്പോഴും ഈ കൊയിലാണ്ടി കോളേജിലുള്ള അവരുടെ പ്രവർത്തകർ പ്രിൻസിപ്പളെ കയ്യേറ്റം ചെയ്തപ്പോൾ അതിനെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല. ശരി, കയ്യേറ്റവും തെറിവിളിയും രണ്ടും രണ്ട് രൂപത്തിലുള്ളതാണ്. തെറിവിളിയെ നിങ്ങൾ തള്ളി പറയുന്നുണ്ടോ? എന്താണ് അതിനുള്ള നടപടി എന്ന് പറയൂ. ഒരു മിനിറ്റ്. അധ്യാപകന് നേരെ അലോഷ്യസ് സേവ്യർ അധ്യാപകന് നേരെ കൈ ഉയർത്തി എന്നുള്ളതാണോ പ്രധാനപ്പെട്ട ഗൗരവത്തിലുള്ള വിഷയമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഇനി വിദ്യാർത്ഥിയെ മർദ്ദിച്ചാൽ തന്നെ അധ്യാപകനെ തിരിച്ചടിക്കാമോ എന്ന ചോദ്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അധ്യാപകനെ തെറി വിളിക്കുന്നതും. മർദ്ദിച്ചിട്ടില്ല. KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ പാടാൾ ഭീഷണി മുഴക്കി. ആർഷോ ഇവിടെ ചാനലുകളിൽ വന്നിരുന്ന് നിരന്തരം പറയുന്നു, പ്രവർത്തകൻ അവിടെ കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള തെറി വിളിച്ചു. എവിടെയാണെന്നേ മട്ടന്നൂർ PRNSS കോളേജ്. ആർഷോ അത്തരത്തിലുള്ള ഒരു ആർഷോനെ പോലെ അത്രയും മികച്ച രീതിയിലേക്കൊന്നും ചീത്ത വിളിക്കുന്ന സംഘടനയൊന്നുമാണ് KSU എന്നുള്ള ബോധമില്ല. ഈ പറയുന്ന ആർഷോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ASFന്റെ സഹപ്രവർത്തകരെ ഈ പറയുന്ന MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് പൊതുമാധ്യമങ്ങളിലുണ്ടെന്നേ. എന്നിട്ടാണ് പറയുന്നത് വാക്കുതർക്കം അവിടെ പുലഭ്യം എങ്ങനെ മനസ്സിലാകുന്നില്ല കേട്ടോ. അലോഷി ഇരിക്കുന്ന KPCC ആസ്ഥാനത്തല്ലേ നിങ്ങളുടെ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത് നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. അപ്പൊ അത് വിട്. എന്റെ ആർഷോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആർജവത്തോടുകൂടി പ്രിൻസിപ്പലിനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നേ, അങ്ങനെ ചെയ്യാൻ പാടില്ലാന്നേ. ആർഷോ ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ടും ആർഷോയുടെ സഹപ്രവർത്തകർ ആ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്ത് തെറ്റാന്ന് പറയുന്നില്ല. അവിടെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോഴും കഴിഞ്ഞ 4 ദിവസമായി ന്യായീകരിക്കുമല്ലേ പ്രിൻസിപ്പൽ കർണപടം അടിച്ചു തകർത്തു. അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ അലോഷ്യസ് ആർഷോ ഒന്ന് വ്യക്തത വരുത്തട്ടെ. ആർഷോ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോഴായാലും ആർഷോ പറഞ്ഞത് മോശമായി സംസാരിച്ചത്, കൊലവിളി പ്രസംഗം നടത്തിയത്, അത് വൈകാരികതയുടെ പുറത്ത് നടത്തിയ പ്രതികരണമാണ്, അത് ഞങ്ങൾ തിരുത്തും എന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പളിനെ മുഖത്തടിച്ചത് തെറ്റായി പോയി എന്നൊരു പ്രതികരണം താങ്കളിൽ നിന്ന് അന്ന് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് പ്രസംഗം നടക്കുന്നതിന് മുൻപ് ആ ക്യാമ്പസിൽ നടന്ന വേണ്ടി പാടില്ല, അത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അടിയേറ്റ ചെവി പോയ വിദ്യാർത്ഥിയാണ് തിരിച്ചു റിയാക്ട് ചെയ്തത്. അങ്ങനെ റിയാക്ഷൻ ഉണ്ടാകാൻ വേണ്ടി പാടില്ല, അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല, അങ്ങനെ ചെയ്യുന്ന സംഘടനയല്ല SFI എന്ന് തന്നെയാണ് അന്നും പറഞ്ഞത്. അതിനോടൊപ്പം ഞങ്ങൾ പറഞ്ഞത് ആ വിദ്യാർത്ഥിയുടെ ചെവി അടിച്ച് പൊളിച്ചത് നിങ്ങൾക്കൊരു വിഷയമല്ല. ആ വിമർശനം പരിരക്ഷ ഒരുക്കുന്നു. ഇതല്ലേ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അത് കഴിഞ്ഞ ദിവസം സ്മൃതിയോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നല്ലേ സ്മൃതി. ആർഷോ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാവുന്നു, പ്രിൻസിപ്പൽ അടി കിട്ടി 2 തവണ അടി കിട്ടിയ ശേഷം പിന്നാക്കം മാറിയാൽ ക്യാമറ മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. ഇങ്ങനെ വൈകാരികമായി തിരിച്ചടിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ തന്നെ കൊടുക്കാമല്ലോ. അവിടെ 2 അടി കിട്ടിക്കഴിഞ്ഞു പ്രിൻസിപ്പളിന്. അല്ല, ആ വിദ്യാർത്ഥിയുടെ ബോധം പോയി സ്മൃതി. ബോധം പോയിട്ട് അവിടെ പോയി 15 മിനിറ്റ് മുൻപാണ് ആർഷോ ഒന്നുകൂടെ വ്യക്തമാക്കും. ബോധം പോയ ശേഷം പ്രിൻസിപ്പളിന്റെ മുകളിൽ പോയി തിരിച്ചടിച്ച ആർഷോ. ബോധം പോയ ആള് 15 മിനിറ്റിന് ശേഷമുള്ള വിഷയമാണ് ഈ പറഞ്ഞ. നിങ്ങൾ ആർഷോ പറയട്ടെ. എന്താണ് ആർഷോ? ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കളവാണ് പറയുന്നത്. കളവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാമാന്യം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കളവ് പറയണ്ടേ? നവാസിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടോ. ഈ പറഞ്ഞ നിങ്ങളുടെ പ്രശ്നം തന്നെയാണ് ആർഷോ. കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്തണ്ട, നിങ്ങൾക്ക് പരസ്പരം ബോധ്യപ്പെടുത്താൻ മതി.
ആയിക്കോട്ടെ 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 ഓ ആയിക്കോട്ടെ 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 10-15 മിനിറ്റിന് ശേഷമുള്ള വിഷയമാണ് ഈ പറഞ്ഞ അടിക്കുന്ന ഘട്ടത്തിലുള്ള CCTV ഫുട്ടേജ്. ക്യാമ്പസിന്റെ CCTVയിൽ ഉണ്ട്, വരാന്തയിലെ CCTVയിൽ അതുൾപ്പെടെ പുറത്തുവിടണം എന്നുള്ളത് ഞങ്ങൾ 2-3 ദിവസമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അതാ കോളേജ് മാനേജ്മെന്റിന്റെ കയ്യിലില്ലേ. അപ്പൊ നിങ്ങൾ ചോദിക്കുക പോലീസിന്റെ കയ്യിലുണ്ടല്ലോ, പോലീസിന് വിട്ടാൽ പോരെ എന്നുള്ളത്. പോലീസിന്റെ ഭരണവും പോലീസും ഒക്കെ കയ്യിലുണ്ടായിട്ടും ആവർത്തിച്ച് പത്രസമ്മേളനം നടത്തേണ്ടി വരുന്ന സെക്രട്ടറിയുടെ ഗതികേടിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഹർഷോ. നവാസെ UDF ഭരണത്തിന്റെ കാലത്ത് MSFന്റെ സംസ്ഥാന പ്രസിഡന്റും KSUന്റെ സംസ്ഥാന പ്രസിഡന്റും പോലീസിനെ നിയന്ത്രിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ പണി അതല്ല, ഞങ്ങളുടെ പണി വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുക എന്നുള്ളതാ. ആ പണി ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പോലീസിനെ സഹായിക്കാൻ രക്ഷാപ്രവർത്തനം നടത്തിയത് ശരിയാണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പോലീസിനെ സഹായിക്കാൻ രക്ഷാപ്രവർത്തനം നടത്തിയത് നിങ്ങൾ തന്നെ അത് പറയണം. പോലീസിനെ സഹായിക്കാൻ രക്ഷാപ്രവർത്തനം നടത്താൻ ഹെൽമെറ്റും പൂച്ചട്ടിയുമായി പോയ DYFI SFI തന്നെ ഇത് പറയണം. വിഷയമില്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമേ അവിടെ എല്ലാം പറഞ്ഞു തന്നെ പോവാലോ നമുക്ക്. ഈ ഒരു ക്ലിപ്പ് പുറത്തേക്ക് വിട്ട കോളേജ് ആർഷോ പറയുന്ന ഒരു കാര്യം മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ട് തല്ലുകൊണ്ടതെന്നാ. ഞാൻ ചോദിക്കട്ടെ, ഈ മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെ ആർഷോ തെളിവാകുന്നത്? പ്രിൻസിപ്പൽ തല്ലിയത് തെളിവാണോ? മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെയാ തെളിവാകുന്നത്? വളരെ വിനീതമായി ചോദിക്കട്ടെ. നവാസ് പറഞ്ഞ ഇടിമുറികളുടെ ദൃശ്യം ഉണ്ടല്ലോ, ആ ദൃശ്യവുമായി പിണറായി സർക്കാരിന്റെ ഇടിമുറി തെളിവ് ഞാൻ തരാം. പിണറായി സർക്കാരിന്റെ ഭരണത്തിലെ ഇടിമുറി ഉണ്ടോ ഇല്ലെന്ന് പോലീസിന്റെ FIR പറയട്ടെ. പിണറായി നിങ്ങളുടെ 2021 ഒറ്റ ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒരു കാരണമായി SFIയുടെ രീതികളും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം വരാനിരിക്കുന്നു. നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു മാർഗരേഖ വരുന്നു എന്നുള്ളത് ശരിയാണോ? ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് അങ്ങനെ ഒരു മാർഗരേഖയാവുന്നു, നിങ്ങളെ സംബന്ധിച്ച് ഒരു മാർഗരേഖ വരുന്നു. ഇപ്പോൾ മാർഗരേഖ വേണ്ട രൂപത്തിൽ പ്രവർത്തനം മോശമാണ് എന്ന വിലയിരുത്തൽ നിങ്ങൾക്കകത്ത് തന്നെയുണ്ട് അല്ലേ? ഈ പറഞ്ഞ CPM സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച ഞാൻ അതിനകത്തുണ്ടായിരുന്നില്ല, ശ്രുതി ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ബോധ്യമില്ല. ഞങ്ങളുടെ സംഘടനാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആ സമ്മേളനത്തിന് മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ഞങ്ങൾ നടത്തേണ്ട കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ സംഘടനാ കമ്മിറ്റി കൂടി ഞങ്ങൾ നിശ്ചയിച്ചു കൊള്ളാം. അത് നിശ്ചയിച്ച് അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. അതിന് റിപ്പോർട്ടർ ചാനലിൽ നിന്നുള്ള ഉപദേശം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ശരി, SFI എന്ന വിദ്യാർത്ഥി സംഘടന പുറത്തുനിന്ന് ഉപദേശങ്ങൾ എടുക്കുന്നില്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കും. അടി കൊടുക്കുമ്പോൾ പുറത്തുള്ളവർക്കായിരിക്കും. റിപ്പോർട്ടർ ചാനലിന്റെ ഉപദേശം എടുക്കുന്നില്ല. ബിനോയ് വിശ്വത്തിന് ഉപദേശം എടുക്കുന്നുണ്ടോ? റിപ്പോർട്ടർ ചാനലിന്റെ ഉപദേശം എന്തായാലും ബിനോയ് വിശ്വത്തിന് ഉപദേശം എടുക്കുന്നുണ്ടോ? ബിനോയ് വിശ്വത്തിന് ഉപദേശം എടുക്കുന്നുണ്ടോ ഹർഷോ? അത് ഞങ്ങൾ ആലോചിച്ചോളാം. റിപ്പോർട്ടർ ചാനൽ ആ ഉപദേശവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയല്ലോ. അല്ല, ബിനോയ് വിശ്വത്തിന് ഉപദേശം എടുക്കുന്നുണ്ടോ? ഉപദേശിക്കാൻ ആരുമല്ല, ഇവിടെ കണ്ട കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ നടപടികൾ എടുക്കുന്നു. അതിൽ ജനം തീരുമാനിച്ചോളും നിങ്ങൾ ഉപദേശം എടുക്കുന്നവരാണോ, കാര്യങ്ങൾ നന്നാക്കുന്നവരാണോ, അതോ നിലപാട് നിൽക്കുന്നവരാണോ, ചെയ്തത് ശരിയാണ് എന്ന കണ്ടവർ വിലയിരുത്തട്ടെ ഹർഷോ. കണ്ടവരും കൊണ്ടവരും വിലയിരുത്തട്ടെ. വളരെ നന്ദി. കണ്ണടച്ചാണ് നിങ്ങൾ ഇത് പറയുന്നത് എന്നുള്ളതാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.